രാജസ്ഥാനിൽ കുഴൽക്കിണറിൽ വീണ 3.5 വയസ്സുകാരെ രക്ഷിക്കാനുള്ള ശ്രമം 2 ദിവസം പിന്നിട്ടു. സമീപത്ത് മറ്റൊരു കുഴിയെടുത്ത് കുഞ്ഞിനെ രക്ഷപ്പെടുത്താനാണ് നീക്കം. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ വച്ചിരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. പക്ഷേ വിനീതയുടെ പോലെ ബൽറാമിനും പറയാനുള്ള വാർത്ത അത്ര ഹാപ്പി വാർത്തയല്ല. ബൽറാം, വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി. ക്രിസ്മസ് ആശംസകൾ. ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ അത്ര സന്തോഷകരമല്ല എങ്കിൽ പോലും വലിയ പ്രതീക്ഷയോടെയാണ് രാജസ്ഥാനിലെ കോട്ട്പുത്തലിയിൽ കിണറിൽ വീണ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ 2 ദിവസം പിന്നിട്ടിരിക്കുന്നു. എങ്കിലും കുഞ്ഞിനെ ഇതുവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഈ ചേതന എന്ന 3.5 വയസ്സുകാരിയെ രക്ഷിക്കാനുള്ള ശ്രമം ഊർജിതമായി തന്നെ തുടരുകയാണ്. JCBകൾ എത്തിച്ച് സമീപത്ത് വലിയൊരു കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഒപ്പം തന്നെ കുഞ്ഞിന്റെ ആരോഗ്യനില നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക മെഡിക്കൽ സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ാണ് ചേതന എന്ന ഈ 3.5 വയസ്സുകാരി കുഞ്ഞ് അകപ്പെട്ടു പോയത്. അറ്റകുറ്റപ്പണികൾക്കായി കുഴൽ കിണറിന്റെ മൂടി മാറ്റിവെച്ച സമയത്ത് കുഞ്ഞ് അബദ്ധത്തിൽ കിണറിൽ വീഴുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ 15 അടി താഴെ ആയിരുന്നു കുരുങ്ങിക്കിടന്നത് എങ്കിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ആദ്യഘട്ടത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിനിടെ മണ്ണിടിഞ്ഞ കുഞ്ഞ് കൂടുതൽ ആഴത്തിലേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കുഞ്ഞിന് ഓക്സിജൻ എത്തിച്ചിട്ടുണ്ട്. കൂടാതെ ആരോഗ്യനില അടക്കം നിരീക്ഷിക്കുന്നതിനായി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് കിണറിനകത്ത്. ഇതിലൂടെ നിരന്തരം ആരോഗ്യനില നിരീക്ഷിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നുവെന്നും കുഞ്ഞിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നുമാണ് അധികൃതർ അറിയിക്കുന്നത്. ഹഷ്മി.